ആണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടത് 8-ാം അധ്യായത്തിന്റെ 34 വരെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് 35 മുതലുള്ള വചനങ്ങൾ. അതായത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. 35-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? So who shall ever separate us from the love of Christ? Will tribulation, distress, or persecution, or famine, or nakedness, or danger, or sword? സോ ഏതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത്? ആരാണ് നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത്? അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ചോദ്യം. ഹൂ ക്യാൻ സെപ്പറേറ്റ് യു ആൻഡ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? സോ അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ so he is talking about a bond. Love of Christ is a bond. So ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, ബന്ധനമാണ്. തന്റെ സ്നേഹം കൊണ്ട് യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ബന്ധനത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. So it denotes a spiritual tie of unity and devotion. ഇത് ആത്മീയ ഐക്യത്തെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തിയുടെ ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോ ആ ബന്ധത്തിൽ നിന്ന്, ആ ഐക്യത്തിൽ നിന്ന് who can separate us from the love of Christ? സോ അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ വിൽ tribulation or distress or persecution or famine or nakedness or danger or sword? കഷ്ടതയാണോ, സങ്കടമാണോ, ഉപദ്രവമാണോ, പട്ടിണിയാണോ, നഗ്നതയാണോ, ആപത്താണോ, വാളാണോ? ഏതാണ് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്? സോ അതിൽ കൂടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോ ട്രിബ്യുലേഷൻ മേ കം ഇൻ ടു അവർ ലൈഫ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടങ്ങൾ വന്നേക്കാം. അതാണ് അതിന്റെ സൂചന. സോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരും. Do you think that tribulation will separate you from the love of Christ? എന്നാൽ ആ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുപോലെ തന്നെ you may be going through some distress or some kind of persecution. So you're persecuted by people who hate Jesus Christ. Or you might have persecuted by your own relatives or friends. നിങ്ങളുടെ ചില വ്യക്തികൾ പല രീതിയിലുള്ള ദുരിതങ്ങളിൽ കൂടി, പീഡനങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിനെ അറിയാത്തവർ, യേശു ക്രിസ്തുവിനെ വെറുക്കുന്നവർ, ചിലരൊക്കെ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളൊക്കെ ഉപദ്രവിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും, നമ്മെ പീഡിപ്പിക്കും, ഉപദ്രവിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ആ ദുരിതങ്ങൾ, ആ പീഡനങ്ങൾ, ആ പ്രയാസങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
So do you think that this kind of distresses and persecutions will separate you from the bond of Christ? ഏതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത്? So you may have sufferings, but that suffering will not separate you from the love of Christ. So നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, പക്ഷെ ആ കഷ്ടപ്പാടുകൾ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുകയില്ല. So അതുകൊണ്ട് God's people may have to go through famine, shortage of food, shortage of clothing, nakedness, danger, sorrow, or even death. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ ദൈവജനം എന്ന് വിളിക്കപ്പെടുന്നവർ ക്ഷാമത്തിൽ കൂടി, പട്ടിണിയിൽ കൂടി, നഗ്നതയിൽ കൂടി, അപകടങ്ങളിൽ കൂടി, വാളിൽ കൂടി, മരണത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം. But these things will not separate you from the love of Christ. അതാണ്. എന്നാൽ ഇതുണ്ടല്ലോ, ഇതൊന്നും എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുകയില്ല, സെപ്പറേറ്റ് ചെയ്യുകയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം God's people are allowed to face all these things by their heavenly Father. ഇപ്പൊ ദൈവജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ഇതെല്ലാം നേരിടാൻ, ഇതിൽ കൂടി കടന്നു പോകാൻ അവരുടെ സ്വർഗസ്ഥനായ പിതാവ് അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വരുന്നത്. എന്നാൽ ഇത് വരുന്നത് കൊണ്ട് ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യുകയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഏതെല്ലാം? Tribulation, distress, persecution, famine, nakedness, sword. None of these things or any human beings can separate us. എന്നാൽ ഒരിക്കലും മനുഷ്യർ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ആരാണ് ഇഷ്ടപ്പെടുന്നത്? കഷ്ടത ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, സങ്കടം ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, ഉപദ്രവം ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, പട്ടിണി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, നഗ്നത, ആപത്ത്, വാൾ, മരണം ഒരു മനുഷ്യനും ഈ ലോകത്തിലുള്ളവർ ആരും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, God allows his children to face all these things and they will overcome. ദൈവം തന്റെ മക്കളെ അവയെ നേരിടാൻ അനുവദിക്കുന്നു, അവർ അവയെ തീർച്ചയായിട്ടും മറികടക്കും. സോ അത് നമ്മൾ ഈ വചനത്തിൽ കൂടി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് 36 വചനം വായിച്ചാൽ, 36 വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. 36 വചനത്തിൽ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Just as it is written and forever remains written, for your sake we are put to death all day long, we are regarded as sheep for the slaughter. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Do you know why you go through all these sufferings? കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പീഡനം, പട്ടിണി, ക്ഷാമം, വാൾ, മരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നതിനറിയാമോ? വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. എന്താണ് ഈ വചനത്തിൽ പറയുന്നത്? The word of God says, for the sake of the Lord,
ദൈവവചനം പറയുന്നത് കർത്താവിന്റെ നിമിത്തം എന്നാണ്. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. സോ ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ പീഡനം, ഈ ക്ഷാമം, ഈ പട്ടിണി, ഈ നഗ്നത, ഈ വാൾ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ്, ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ പേരിൽ ജീവിക്കുമ്പോഴാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. See, for your sake, നിന്റെ നിമിത്തം. അതുകൊണ്ട് നമ്മൾ ലോകത്തോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് ഇതൊന്നും വരത്തില്ല. നമ്മൾ പിശാചിനെ അനുസരിച്ച്, പിശാചിനെ വണങ്ങി അവനെ ആരാധിച്ച് ജീവിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ നേരിടേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവ മക്കളുടെ ജീവിതത്തിൽ ഇത് എന്തിനു വേണ്ടിയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, കാരണം അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്, സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. അതിവിടെ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? We are considered as sheep to be slaughtered. അപ്പൊ ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകക്കാർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അറുക്കാനുള്ള ആടുകളെ പോലെയാണ് അവർ നമ്മളെ എണ്ണുന്നത്. So they consider us as sheep to be slaughtered. So there are people who slaughter you, slaughter us. നിങ്ങളെ അറക്കാൻ, നിങ്ങളെ കൊല്ലാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. So they are like wolves, come to bite you, swallow you up. ചെന്നായ്കളുണ്ട്, ചെന്നായ്കൾ. ചെന്നായ്കൾ എന്തോ ചെയ്യും? ചെന്നായ്കൾ വന്ന് നിങ്ങളെ കടിക്കും, കടിച്ചിട്ട് വിഴുങ്ങും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെയാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നായ്ക്കളുടെ നടുവിലാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. So there is an Almighty God watching all these things. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങള് സർവശക്തനായ ഒരു ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടോണ്ടിരിക്കുന്നു. ആ കണ്ടോണ്ടിരിക്കുന്നത് മാത്രമല്ല, He allows these things to happen in your life. ആ ദൈവം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കുന്നു. അത് നമ്മൾ ഓർക്കണം. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ണുനീർ, പ്രയാസം, ഉപദ്രവം, പട്ടിണി, നഗ്നത, വാള്, മരണത്തിന്റെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലുള്ള എന്റെ പിതാവ് അനുവദിച്ചിട്ടുണ്ടോ? അത് നമ്മെ തകർക്കാൻ വേണ്ടിയല്ല, അതിന്റെ മേൽ ജയം നേടാൻ വേണ്ടി. സോ എന്നാൽ നമ്മൾ ഈ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ക്രിസ്ത്യാനികളെ സിംഹങ്ങളുണ്ടല്ലോ, സിംഹം. സോ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അനേക രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. സോ അവരെ സിംഹങ്ങൾ അവരെ തിന്ന് സമ്പൂർണമായിട്ട് അവരെ വയറ്റിലാക്കിയിട്ടുണ്ട്. So there were Christians in the 2nd century and the 3rd century. They were thrown into the lions and the lions ate them up. അപ്പൊ നിങ്ങൾ ഓർക്കണം, എന്താണ്? ദാനിയേലിന്റെ കാലത്ത് സിംഹത്തിന്റെ വായ് സർവശക്തനായ ദൈവം അടച്ചു.
എന്നാൽ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഉണ്ടായ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ പീഡനമുണ്ടല്ലോ, അത് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു പീഡനമാണ്. ആ സമയത്ത് എന്താണ്, ഈ ഈ ഈ റോമിൽ ഒരു ഇതുണ്ടായിരുന്നു, സ്റ്റേഡിയം, ആംഫി തിയേറ്റർ, കൊളോസിയം. സോ അവിടെ വിശ്വാസികളെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവരും. അവരെ സ്റ്റേഡിയത്തിൽ അവരെ ഇട്ടിട്ട് ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്യും. സിംഹങ്ങളെ, വിശന്നിരിക്കുന്ന സിംഹങ്ങളെ പുറത്ത് കൊണ്ടുവന്നിട്ട് വരും. ആ സിംഹങ്ങൾ എന്തോ ചെയ്യും? ഇവരെ പിടിച്ച് കൊന്നു തിന്നും. എന്നാൽ ദാനിയേലിന്റെ കാലത്ത് ദൈവം സിംഹത്തിന്റെ വായടച്ചു. എന്നാൽ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും സിംഹങ്ങളുടെ മുൻപിൽ എറിഞ്ഞ ഈ വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ദൈവം അന്ന് സിംഹങ്ങളുടെ വായ അടച്ചില്ല? He allowed his children to be eaten by those lions. ദൈവം തന്റെ മക്കളെ സിംഹങ്ങൾ തിന്നാൻ അനുവദിച്ചു. അവർ സിംഹത്തിന്റെ മുൻപിൽ പോയത് എങ്ങനെയാണ്? അവർ പാട്ടുകൾ പാടിക്കൊണ്ടാണ് അവർ പോയത്. സ്തോത്രഗാനങ്ങൾ പാടിക്കൊണ്ടാണ് പോയത്. വിജയഗാനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ സിംഹങ്ങളെ നേരിട്ടത്. They went to the death with the song of triumph in their lips. സോ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അവർ പാട്ടുകൾ പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സിംഹങ്ങളെ നേരിട്ടപ്പോൾ സോ നാണം കെട്ടത് പിശാചാണ്. So they were putting the devil to shame. So ഇന്ന് നാം പിശാചിനെ നാണം കെടുത്തുന്നുണ്ടോ? So today are we putting the devil to shame? കാരണം അന്ന് അതുപോലെ അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന് വേണ്ടി നിന്നതാണ്. സോ ദൈവം നിമിത്തം അവർ ഈ പ്രയാസങ്ങൾ അവർ നേരിടേണ്ടി വന്നു. മാതാപിതാക്കളുടെ മുൻപിൽ കുഞ്ഞുങ്ങളെ കൊന്നു, കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതാപിതാക്കളെ കൊന്നു, ഭാര്യയുടെ മുൻപിൽ ഭർത്താവിനെ കൊന്നു, ഭർത്താവിന്റെ മുൻപിൽ ഭാര്യയെ കൊന്നു. ആ സംഭവത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 37-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 37-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാണ്. In all these things we are more than conquerors and gain an overwhelming victory through him who loved us. See, എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? We are more than conquerors and gain an overwhelming victory through him who loved us, who loved so much and gave his own life for us. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഏതിലൊക്കെ? ഇതിലൊക്കെയും. ഇൻ ഓൾ ദീസ് തിങ്സ്. ഏതൊക്കെയാണ്? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ, മരണം, ഇതിലൊക്കെയും നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മൾ തോൽക്കുന്നവരല്ല, വിറ്റുകൊടുക്കുന്നവരല്ല, നമ്മൾ ജയം നേടുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. എന്താണ്? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. നമ്മെ സ്നേഹിച്ചവൻ ഒരാളുണ്ട്. അവന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഇതെല്ലാം ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, സങ്കടം, ഉപദ്രവം വരുമ്പോൾ സ്നേഹിച്ചവനെ നമ്മൾ ഓർക്കത്തില്ല. അതിന് പകരമായിട്ട് നമ്മൾ എങ്ങനെയായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കുറുക്കു വഴികളാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയിലും സങ്കട ഉപദ്രവത്തിലും പട്ടിണിയിലും നഗ്നതയിലും ആപത്തിലും വാളിന്റെ അനുഭവത്തിൽ ജയം നേടുന്നത് നമ്മെ സ്നേഹിച്ചവൻ ഒരാളുണ്ട്. അവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നമ്മൾ നേടുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, we should be gripped by this love. എന്താണ്? ഈ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെടും. ഈ സ്നേഹം നമ്മെ കൺട്രോൾ ചെയ്യും. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ സ്നേഹം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, രുചിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹം നമ്മെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്മേൽ ജയം നേടാൻ പറ്റും. എന്നാൽ ആ സ്നേഹം നമ്മൾ രുചിച്ചറിയുന്നില്ലെങ്കിൽ, ആ സ്നേഹം നമ്മെ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ പേടിച്ച് പതറി നാണം കെട്ട് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകും. അയ്യോ, എനിക്ക് ഇതൊന്നും വേണ്ട, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ വിൽ യു ഷോ യുവർ ലവ് ടു സംവൺ? ഒരാളോട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയാണ് നിങ്ങൾ കാണിക്കുന്നത്? എങ്ങനെ കാണിക്കും? അല്ലെങ്കിൽ how will you show your love to your children? നിങ്ങളുടെ കുട്ടികളോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? How will you prove your love towards them? നിങ്ങളുടെ കുട്ടികളോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത്? എങ്ങനെ പ്രദർശിപ്പിക്കുന്നു? അവർ പറയും, എന്റെ മമ്മിക്ക് ഒരു സ്നേഹവും ഇല്ല, എന്റെ പപ്പയ്ക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല. എന്നാൽ അതെങ്ങനെയാണ് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത്? അത് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ദൈവം ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ എത്ര പേർ നമ്മുടെ ആ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്? അതാണ് റോമർക്ക് എഴുതിയ ലേഖനം. നമ്മൾ ആൾറെഡി ഇതൊക്കെ കണ്ടതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 8 വരെ ഉള്ള വചനങ്ങൾ വന്ന് വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. While we was to die for the ungodly. Now it is an extraordinary thing for one to willingly give his life even for an upright, though perhaps for a good man, someone might even dare to die. But God clearly shows and proves his own love for us.
by the fact that while we were still sinners, Christ died for us. So ഇവിടെ ഒരു കാര്യം ഓർക്കണം. ആരെയാണ് ദൈവം സ്നേഹിച്ചത്? ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് ദൈവം സ്നേഹിച്ചത് നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ ഭക്തിമാന്മാരല്ല അഭക്തന്മാരായിരിക്കുമ്പോഴാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ നീതിമാന്മാരായിരിക്കുമ്പോഴല്ല, നമ്മൾ നീതികെട്ടവരായി ജീവിച്ചുകൊണ്ടിരിക്കും. നാലാമതായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ വിശുദ്ധന്മാരായപ്പോഴല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, നമ്മൾ പാപികളായി അശുദ്ധന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. ബലഹീനർ, അഭക്തർ, നീതികെട്ടവർ, പാപികൾ, ദൈവത്തിന് ശത്രുക്കളായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. ആ മരണത്തിലൂടെ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അപ്പൊ ആ സ്നേഹമാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. That love should lead us. That love should control us. And that love should be the driving force of our life. So ആ സ്നേഹമാണ് നമ്മെ എല്ലാ കാര്യങ്ങളിലും നടത്തേണ്ടത്. ആ സ്നേഹം കൊണ്ട് നമ്മൾ വളരെയറിയാം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-15 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കണ്ടോ? For the love of Christ controls and compels us. നമ്മെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധിക്കുന്നത് ആരാണ്? ചിലപ്പോൾ സാഹചര്യങ്ങൾ നിർബന്ധിക്കും, ചിലപ്പോൾ മനുഷ്യർ നിർബന്ധിക്കും, ചിലപ്പോൾ പിശാച് നിർബന്ധിക്കും. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഞങ്ങളെ നിർബന്ധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതാണ് the love of Christ controls and compels us. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു എന്ന്. Because we have concluded this, that one died for all, therefore all died. And he died for all, so that all those who would no longer live for themselves, but for him who died and was raised for their sake. So ഇവിടെ എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിർബന്ധിക്കുന്നത്? നമ്മൾ ഇനി ജീവിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല. നമ്മൾ ഇനി ജീവിക്കുന്നത് പിശാചിന് വേണ്ടിയല്ല, പാപത്തിന് വേണ്ടിയല്ല. നമ്മൾ ഇനി ജീവിക്കുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഇനി നമ്മൾ ജീവിക്കുന്നത്. സോ യേശു ക്രിസ്തുവിന് വേണ്ടി ആരാണ് ജീവിക്കുന്നത്? യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹം ആ സ്നേഹം രുചിച്ചറിഞ്ഞവർക്ക് ആ സ്നേഹം നിർബന്ധിക്കും.
ആരുടെ ജീവിതത്തിൽ ഈ സ്നേഹം കൺട്രോൾ ചെയ്യുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ഈ സ്നേഹം നിർബന്ധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 38-39 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, റോമർ 8:38-39, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴത്തേതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിക്കണം. For I am convinced that neither death nor life nor angels nor principalities nor things present and threatening nor things to come nor powers nor height nor depth nor any other created thing will be able to separate us from the love of God which is in Christ Jesus our Lord. എന്താണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? I am convinced, ഞാൻ ഉറച്ചിരിക്കുന്നു. So നമുക്ക് ഉറപ്പുണ്ടോ? Are we convinced? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, I am convinced, ഞാൻ ഉറച്ചിരിക്കുന്നു. I have no doubt about that. എനിക്ക് ഒരു സംശയമില്ല, എനിക്ക് ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? ഈ ലോകത്തിൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴത്തേതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. എന്തോ ഒരു വിശ്വാസമാണ്. ഈ സത്യത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. So if you believe in this truth, then you will find security in your life. ഇന്ന് സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പേടിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേടി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം വരണമെങ്കിൽ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. സോ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. No one can separate you from the love of God. And God's love will surround you every side of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഈ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കും. സോ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. സോ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് ചുമ്മാ ജനറൽ ആയിട്ട് വിശ്വസിക്കുന്നതാണ്. ആ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കണം. ആ സ്നേഹത്തെ നമ്മൾ ആശ്രയിക്കണം. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാത്തിലും, നമ്മൾ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളിലും ആ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കും. കാരണം എന്താണ് ഇവിടെ പറയുന്നത്? So God is working for our good. ദൈവം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങൾക്കുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളിലും നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവർ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So you can be a more than conqueror, not just a conqueror, but more than a conqueror. So because God is working for you, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ 8-ാം അധ്യായം അവസാനിച്ചു. ഇനി നമ്മൾ 9-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. 8 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ ഈ 8 അധ്യായങ്ങളിൽ നമ്മൾ എന്താണ് പഠിച്ചത് ഓർക്കാൻ പറ്റുമോ? സോ ജസ്റ്റ് ഔട്ട്ലൈൻസ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ, ഒന്നാമതായിട്ട് so far we have seen man's condition before God. 1-2 അധ്യായങ്ങളിൽ മനുഷ്യന്റെ സ്ഥിതി ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സോ either religious man or non-religious man. സോ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാകട്ടെ ദൈവമില്ലാത്തവനാകട്ടെ അവർ രണ്ടുപേരും പാപികളാണ് ദൈവസന്നിധി. So that's why we call them religious sinners and non-religious sinners. പിന്നെ നമ്മൾ കണ്ടത് consequences of sin ആണ്. സോ പാപത്തിന്റെ ഫലം, പാപത്തിന്റെ ശമ്പളം നമ്മൾ കണ്ടതാണ്. സോ പിന്നെ നമ്മൾ പഠിച്ചത് the quality of faith that Christians must have. സോ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരിക്കേണ്ട വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ക്വാളിറ്റി ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ്. വിശ്വാസത്തിൽ കൂടി നീതീകരണം. അബ്രഹാമിന്റെ വിശ്വാസം നമ്മുടെ വിശ്വാസമായിരിക്കണം. പിന്നെ നമ്മൾ കണ്ടത് ഫ്രീഡം ഫ്രം ദ ലോ ഓഫ് മോസസ്. മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം. നമ്മൾ എങ്ങനെയാണ് മോശയുടെ ന്യായപ്രമാണത്തിന് വേണ്ടി മരിച്ചത്? died to the law of Moses. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് the law of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയമം. പരിശുദ്ധാത്മാവിന്റെ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തിന്റെ അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കും? പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ജീവനെ ഉത്പാദിപ്പിക്കും? പിന്നെ നമ്മൾ കണ്ടത് ഫ്രീഡം ഫ്രം ദി പവർ ഓഫ് സിൻ ആണ്. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ഓവർകമ്മിങ് അവർ ഫ്ലെഷ് ആണ്. നമ്മുടെ ശരീരം. നമ്മൾ ശരീരത്തെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ശരീരത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ മരിക്കും, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ജീവിക്കും, എന്നേക്കും ജീവിക്കും. പിന്നെ നമ്മൾ കണ്ടത് അഷ്യൂറൻസ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ ഒരു സ്നേഹം. ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചു, എത്ര ആഴമായി നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെടും. We should be gripped by that love. So ഈ 8 അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചത് ഇതാണ്. അപ്പോൾ 9 മുതൽ 16 വരെ ഉള്ള അധ്യായങ്ങൾ നമ്മൾ സ്പെഷ്യലി 9 to 11 നമ്മൾ നോക്കിയാൽ ഈ 9 മുതൽ 11 വരെ ഉള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ്
വിശേഷമായിട്ട് ഈസ് ഡീലിംഗ് വിത്ത് ഇസ്രായേൽ. സോ ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. By using the examples of Israel, he teaches us some important truths which we, the children of God, must know. അതായത് ഇസ്രായേൽ മക്കളെ ഉദാഹരണമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള സത്യങ്ങളെ അപ്പോസ്തലനായ പൗലോസ് ഈ 9, 10, 11 അധ്യായങ്ങളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ പാഠങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സോ chapter 9 deals with the truth of God. So അതായത് absolute sovereignty over all people and all circumstances. സോ ദൈവത്തെ കുറിച്ചുള്ള ചില സത്യങ്ങളാണ് ഈ 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത്. ഏത് സത്യത്തെയാണ് ദൈവത്തെ കുറിച്ചുള്ള സത്യം എന്ന് പറയുമ്പോൾ, ഉദാഹരണമായിട്ട് സകല മനുഷ്യരുടെയും സകല സാഹചര്യങ്ങളുടെയും മേലിൽ ദൈവത്തിന്റെ പൂർണ്ണമായ പരമാധികാരത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ 9-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നത്. സോവറിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരം. സോ മനുഷ്യൻ നേരിടുന്ന സകല സാഹചര്യങ്ങളിലും സകല ജീവികളിലും സകല മനുഷ്യരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിൽ he deals with the righteousness. ഇപ്പൊ അവിടെ നീതിയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. ഏത് നീതിയാണ്? ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള നീതിയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. The God's way of righteousness നെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. സോ മനുഷ്യരുടെ ദൃഷ്ടിയിലുള്ള നീതിയല്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള നീതിയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 10-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ it deals with the subject of God's faithfulness. അവിടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചുള്ള വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പൊ അവിടെ ജാതികളുടെ ഒരു വിഷയം വരുമ്പോൾ, സോ ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവിശ്വസ്തനായില്ല, വിശ്വസ്തനായില്ല. സോ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് ഈ 11-ാം അധ്യായത്തിൽ പ്രസ്താവിക്കും. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിൽ ഓർക്കണം. നമ്മുടെ അടുത്ത ആഴ്ച മുതൽ 9-ാം അധ്യായം നമുക്ക് പഠിക്കാം. സോ ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഞാൻ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.